എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. നൂഡിൽസ് കൊണ്ട് ഒരു ലഡു. ഇത് ഒരു ന്യൂസ് ഫീൽഡിൽ വായിച്ചതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനാണെന്ന് തോന്നുന്നത് ഇത് ആദ്യമായിട്ട് യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് കോക്കനട്ട് ലഡു ആണ് ഇന്നത്തെ വിഭവം. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്കിനി നൂഡിൽസ് ലഡു ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മസാല ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. അത് ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അതിനെ നമുക്ക് ചെറുതായിട്ട് പൊടിക്കാം. പീസാക്കുകയാണ്. വലിയ പീസുകളില്ലാതെ ചെറുതായി പൊടിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂണോളം ബട്ടറാണ് ഇടുന്നത്. നെയ്യിനേക്കാൾ നല്ലത് എപ്പോഴും ബട്ടറായിരിക്കും. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസിനെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. അടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. ഞാൻ ഇതിനു മുമ്പ് ഒരു നൂഡിൽസിൻ്റെ ഒരു ചാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. അതും ഒരു വെറൈറ്റി ആയിട്ട് നൂഡിൽസ് കൊണ്ട് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതപ്പോൾ റെഡി ആയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് പാനിയാക്കി എടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അപ്പം നമുക്ക് കൂടുതൽ ടൈം എടുക്കും. ഈ ശർക്കരയ്ക്ക് കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ടിയാവണം, ഒരുപാട് കട്ടിയാവരുത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പരുവത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കമ്പിപ്പരുവാകാനൊന്നും നമ്മൾ നോക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ച നൂഡിൽസ് ഇടാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ലഡു ആവും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ വളരെ പെട്ടെന്നായി. അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമുണ്ടെന്ന് തോന്നുമെങ്കിലും വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഒന്ന് ജോയിൻ ആവട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ഫ്ലേവർ കുറച്ചും കൂടി ഒന്ന് കൂടാനായിട്ട് ഞാനൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കോക്കനട്ടിനെ ഒന്ന് ബട്ടറിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അതിനെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. വെള്ളമില്ലാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ജോയിൻ ആയിട്ടുണ്ട്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാം കൂടി കമ്പൈനായി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അതിൽ വെള്ളം ഒന്ന് വറ്റുന്ന വരെ മാത്രം നമ്മളിത് ചെയ്താൽ മതി. ഒരുപാട് ഡ്രൈ ആക്കാൻ നിൽക്കരുത്, അപ്പം നമുക്ക് ഉരുട്ടാൻ കിട്ടില്ല കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ടത്. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രം മാറ്റാം. അതേ പാത്രത്തിൽ വെക്കരുത്, അപ്പം നമുക്കത് ഉരുട്ടാൻ കിട്ടില്ല. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഉരുട്ടാം. ഇനി നമുക്കിത് ഉരുട്ടാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിലൊന്ന് ഇടണം. നല്ല ചൂടോടുകൂടി തന്നെ ഉരുട്ടണം കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ അത് ഉരുട്ടാൻ കിട്ടില്ല നമുക്ക്. ഈ നൂഡിൽസ് പൊട്ടിക്കുമ്പോൾ തന്നെ കുറച്ച് ചെറിയ പീസുകളായിട്ട് പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ലഡുവിൻ്റെ ഉരുളകളാക്കി മാറ്റാൻ പറ്റും. ഇപ്പം ഇത് കണ്ടോ, ഈസി ആയിട്ട് തന്നെ ഉരുളകളാക്കി. നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വളരെ ഒരു മിനിമം ശർക്കരയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കാഷ്യം കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് പൊരിയുണ്ടൊക്കെ കഴിക്കുന്ന ഒരു ഫീല് വന്നു കേട്ടോ. കുറച്ചൊരു ക്രഞ്ചി ആയിട്ടുള്ള നൂഡിൽസിൻ്റെ ഒരു ക്രഞ്ചിനെസ്, പിന്നെ ആ തേങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മുടെ നൂഡിൽസ് ലഡുവൊക്കെ റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് ലവേഴ്സ് തന്നെ ഓടിക്കരുത് കേട്ടോ. പക്ഷേ സൂപ്പറായിട്ട് ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് ഇത്. ഈ ലഡുവിൻ്റെ പ്രത്യേകത ചെറിയൊരു ഉപ്പും നല്ല മധുരമൊക്കെ കൂടി ചേർന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം നമ്മുടെ ലഡു ഒക്കെ അത് ഉണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ലഡു ആണ്. ഞാനിതൊന്ന് കടിക്കാൻ നോക്കാം കേട്ടോ. നൂഡിൽസിൻ്റെ നല്ല ക്രഞ്ചിനെസ് ഉണ്ട്, തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നൂഡിൽസ് കോക്കനട്ട് ലഡു.